ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ സാധാരണ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാറില്ല, ഇത് പേഴ്സണൽ അല്ല എങ്കിലും പറയാറില്ല, എങ്കിലും പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. യൂട്യൂബിലുള്ളവർക്ക് തന്നെ കേൾക്കാം. ഞാൻ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞ ബൈക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറച്ചു ദിവസമായിട്ട് ഞാൻ ആ വാഹനം കൊടുക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. കാരണം അതിന്റെ പ്രധാന കാര്യം അതിന്റെ മൈലേജ് ആണ്. അതിന്റെ പുതിയൊരു വണ്ടി എടുത്താൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ട് എനിക്ക്. പക്ഷെ പുതിയ വണ്ടി എടുക്കണമെങ്കിൽ 8 മാസം കാത്തിരിക്കണമെന്നാണ് നമ്മുടെ ജയലക്ഷ്മിയൊക്കെ പറയണ എന്നോട്. കാരണം ടൊയോട്ടയ്ക്ക് ആ വണ്ടിക്ക് 8 മാസത്തെ ഡിമാൻഡ് ഉണ്ട്. സോ ഞാൻ ഈ ഇടയ്ക്ക് പോയി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കണ്ടു. 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. എനിക്ക് അതിന്റെ കൂടെ ക്രിസ്റ്റ കൊടുത്താൽ കുറച്ച് വില കിട്ടും. അതിന്റെ കൂടെ ഒരു 18 lakhs കൂടെ ഉണ്ടായാലേ വാങ്ങാനൊക്കത്തുള്ളൂ. CC എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്കിങ്ങനെ തോന്നി CC ഇടാതെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ ഉള്ളിൽ തോന്നുക ബ്രദർ ഞാൻ ആ പൈസ തരാൻ തോന്നുവാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. ഒരു നല്ല ഹലോലിയ പറഞ്ഞു 18 ലക്ഷം രൂപയാണെങ്കിൽ ഒരു വീട് മേടിക്കായിരുന്നു. ദാറ്റ്സ് ട്രൂ. അങ്ങനെ എന്തെല്ലാം ചെയ്യാം നമുക്ക്. ഒരു ഹലോലിയ പറഞ്ഞേ. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഉള്ളില് കർത്താവ് അങ്ങനെ ഒരു പ്രേരണ തരുന്നുവെങ്കിൽ മീറ്റിംഗിന് ശേഷം എന്നെ ഒന്ന് കണ്ടാട്ടെ. എന്താ അല്ലേ, വെറും 18 ലക്ഷം രൂപ. ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ലൂടെ.